ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹെൽത്തി എന്ന് പറഞ്ഞാൽ പൊടി കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഡെൽഹോസിൻ്റെ പൊടിയാണ്. അത് വെച്ചാണ് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഐറ്റം എന്ന് പറഞ്ഞാൽ പുട്ട് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാനിന്ന് പുട്ടുകുറ്റിയിലല്ല പുട്ടുണ്ടാക്കുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. അതാണ് വെറൈറ്റി. പുട്ട് കഴിക്കുമ്പോൾ കടലക്കറി വേണമല്ലോ, അതാണല്ലോ കോമ്പിനേഷൻ. അപ്പോൾ കുറച്ച് കടല വാരി വെള്ളത്തിലോട്ടം കിട്ടും. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നതെന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് നല്ലവണ്ണം തേങ്ങ ഇട്ട് കൊടുക്കണം. നല്ല രീതിക്ക് തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് നല്ലപോലെ പുട്ടുപൊടി ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയിലും ഭംഗിക്കും ഇട്ടോട്ടോ, അപ്പോഴാണ് കാണാനൊരു ചന്തം ഉണ്ടാവുള്ളൂ. അപ്പം നല്ലപോലെ എല്ലാം വൃത്തിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ആവിക്ക് വെക്കണം. പിന്നീട് പാത്രത്തെ ഒരു കറക്ക് കറക്കണം. വെറുതെ കേട്ടോ, ഒരു ദിവസത്തിന്, അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ പുട്ട് ഇറക്കി വെക്കണം. അതിനുശേഷം നല്ല അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം. അതിനുശേഷം നോക്കൂ, നല്ല അടിപൊളി പുട്ട് റെഡി. പുട്ടല്ല, ഇഡ്ഡലി പുട്ട് റെഡി. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഇഡ്ഡലി പുട്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാണാൻ തന്നെ എന്ത് രസമാണ്. നല്ല റൗണ്ടിൽ തേങ്ങയൊക്കെ മേലെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് റെഡി. ആവിയിൽ വെന്ത നല്ല ഇഡ്ഡലി പുട്ട് റെഡി. അതിനിടയിൽ കോമ്പിനേഷനായ കടലക്കറി കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതുകൂടെ സൈഡിൽ വിളമ്പി നമുക്ക് പുട്ടിന് ചേർത്ത് കഴിക്കണ്ടേ. അപ്പോൾ അതും കൂടെ വിളമ്പാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് കൂടെ പഴവും ചേർത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു ചെമ്പാവരി പുട്ടാണ് കേട്ടോ. ചെമ്പാവരി പുട്ടായതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഈ ഒരു ഹെൽത്തി ഫുഡ് നല്ല ആവിയിൽ വെച്ചാൽ എണ്ണയൊന്നും ഇല്ലാതെ. ഇത് വേണമെങ്കിൽ നമുക്ക് പുട്ട് മാത്രമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ കടൽക്കറി ഇഷ്ടമില്ലാത്തവർക്ക് പുട്ടും, മധുരമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് പഞ്ചസാര ചേർത്ത് കഴിക്കാം. ഇതിന് ഹെൽത്തി ആയതുകൊണ്ട് പഞ്ചസാര വേണ്ട. പുട്ട് അല്ലെങ്കിൽ പഴം ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഴിക്കാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.